നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. BJP വോട്ടെടുപ്പിന് മുമ്പേ തോറ്റ് പൊട്ടി പാളിഷായി. ശരിയല്ലേ ഞാൻ പറയുന്നത്? BJP തോറ്റ് തുന്നം പാടി. 2016 BDJS ആണ് അവിടെ മത്സരിച്ചത്. 2016 12,000-ലധികം വോട്ട് BDJSന് കിട്ടി. അപ്പോൾ BDJSന് 12,000-ലധികം വോട്ട് കിട്ടിയല്ലോ. എന്നാൽ പിന്നെ BJP ആകാം അടുത്ത്. 2021 BJP മത്സരിച്ചു. 4,000 വോട്ട് കുറഞ്ഞു. 8,000-ഉം 9,000-ൽ താഴെ വോട്ട് അത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത്തവണ BJP കരുതി 2025 ആയി. ഇപ്പോൾ എന്താണ് PV അൻവർ അവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. നിലമ്പൂരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിലമ്പൂരിൽ വേരോട്ടമില്ല BJPക്ക്. ഇപ്പോഴിതാ BJPയുടെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ഭീമൻ വന്നു. അപ്പോൾ ഇങ്ങനെ എന്താണ് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പര്യടനം നടത്തി വികസിത കേരളം എന്ന തട്ടിപ്പ് മുദ്രാവാക്യവുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ കൊണ്ട് ഫണ്ട് ഇറക്കേണ്ട സ്ഥലത്തൊക്കെ ഫണ്ട് ഇറക്കുന്നുണ്ട്. ഇറക്കിയിട്ട് ആളുകളെ കൂടെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര മുദ്രാവാക്യമാണ്, ഭയങ്കര വാചകവടിയാണ്. എന്താണ്? പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ആളുകൾ, 60 കഴിഞ്ഞ ആളുകൾ, ഇവിടുന്നാണ് K. സുരേന്ദ്രൻ ഒഴിവാക്കി വിട്ട ആളുകൾ, അവരെയൊക്കെ ഞാനിങ്ങനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ നൽകി അവരെയൊക്കെ പ്രവർത്തന സജ്ജരാക്കുമെന്നൊക്കെ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുഴക്കി അവരെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഇടയ്ക്കിടയ്ക്ക് ഗീർവാണം മുഴക്കുന്നുണ്ട്. അപ്പോഴാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തീർന്നില്ലേ കഥ? BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു, രാജീവ് ജി ഇപ്പൊ കൊണ്ട് തലവയ്ക്കരുത്, തലവച്ചാൽ നാറ്റക്കേസാകും. താങ്കൾ ഇപ്പോഴിവിടെ വന്നതേ ഉള്ളൂ. BJPക്ക് 2021 അവിടെ കിട്ടിയ ആകെ വോട്ട് 8,500 ചില്ലുവാനം വോട്ടാണ്. ഇപ്പോൾ കൊണ്ട് തലവച്ച് കൊടുത്തു കഴിഞ്ഞാൽ UDFും LDFും പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ മനസാക്ഷി വോട്ട് ചെയ്യാൻ പ്രവർത്തകരോട് പറഞ്ഞാൽ മതി. വോട്ടൊഴുകിയെന്നോ വോട്ട് മറച്ചുവെന്നോ ആളുകൾ വേണമെങ്കിൽ ആരോപിച്ചോട്ടെ. നമുക്ക് എന്താണ് കൈ പൊള്ളാതെ മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന് കുറേ ആളുകൾ രാജീവ് ചന്ദ്രശേഖർ ജിയെ ഉപദേശിച്ചു. രാജീവ് ചന്ദ്രശേഖർ ജി കരുതി അതാണ് നല്ലത്. കാരണം എന്താണ്? ഇപ്പോൾ കൊണ്ട് നിലമ്പൂരിൽ ഞാൻ കൊണ്ട് തലവയ്ക്കും, 8 നിലയിൽ പൊട്ടും, ഒരുപക്ഷെങ്കിൽ 1000 വോട്ട് പോലും തികച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും നിലമ്പൂരിൽ. പറയും രാജീവ് ചന്ദ്രശേഖർ ജി വന്നു, ജനങ്ങൾ BJPയിൽ നിന്ന് അകന്നു എന്നൊരു പേരുദോഷം എനിക്ക് ലഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ജിക്ക് തോന്നി. അങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഒടുവിൽ എന്ത് തീരുമാനിച്ചു? BJP മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ BJP മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇനി ഒരു കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുന്നേ വരും എന്താണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് BJP ഒരുക്കങ്ങൾ കൂട്ടിക്കഴിഞ്ഞു. അവർ അതിന് സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് ഒരു 50% വോട്ടെങ്കിലും, കേരളത്തിലെ ഒരു 50% വോട്ടെങ്കിലും പിടിക്കണം. നിലവിലുള്ള ഭരണ സുസ്ഥിരമായ BJP കേന്ദ്രങ്ങൾക്ക് അധികം സ്ഥലങ്ങളിലേക്ക് BJPയുടെ ഭരണം എത്തിക്കണം എന്ന വാശിയോടുകൂടി തന്നെയാണ് BJP പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മിഷൻ അതിൽ വിജയിക്കും എന്ന കാര്യത്തിൽ BJPക്കാർക്ക് തർക്കമൊന്നുമില്ല. ഒരുപക്ഷെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ ഞങ്ങൾക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ BJPയിൽ അഭിപ്രായം രണ്ടായി. ആദ്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്ന പക്ഷത്ത് ഒരു വിഭാഗം പറഞ്ഞു മത്സരിക്കണം. കാരണം മത്സരിച്ച് തോറ്റാൽ പോലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മത്സരിക്കാതെ പ്രവർത്തകരോട് നിങ്ങൾ മനസാക്ഷി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ BJP വോട്ട് മറച്ചു കൊടുത്തു എന്ന വിമർശനമുണ്ടാകും. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ ബാധ്യതയാകും. നിലമ്പൂരിൽ നമുക്ക് വേരോട്ടമില്ല. നിലമ്പൂർ മണ്ഡലത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എങ്കിൽ പോലും മത്സരിക്കണം. തോറ്റാൽ പോലും അത് അഭിമാന പോരാട്ടമൊന്നും ആയി കരുതേണ്ട. പറയണം. എന്താണ് മോദിജിയുടെ വികസന പദ്ധതികളെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ കേരളത്തിൽ മോദിജിയുടെ കേന്ദ്ര പദ്ധതികളൊക്കെ വേറെ പേരിട്ട് അവതരിപ്പിക്കുകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കണം എന്നും BJPയുടെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് BJP നേതാക്കൾ പറയുന്നത് എന്നാൽ BJP മത്സരിക്കേണ്ട, BJP തോറ്റു, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ തോറ്റു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2014 നമ്മൾ ഘടകകക്ഷിയാണല്ലോ നിർത്തിയത്. ശിഖണ്ഡിയെ മുൻനിർത്തി ആക്രമിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, നമ്മുടെ മഹാഭാരതത്തിലെ കഥ പോലെ ശിഖണ്ഡിയെ മുൻനിർത്തി ആക്രമിക്കും. അതുകൊണ്ട് BDJS എന്ന ശിഖണ്ഡിയെ നമുക്ക് മുന്നിലിറക്കാം. തുഷാർ വെള്ളാപ്പള്ളി എന്ന ശിഖണ്ഡി പാർട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് നമുക്ക് യുദ്ധരംഗത്തിറങ്ങാം എന്ന് പറഞ്ഞു. എന്നാൽ അത് മതി. അതുകൊണ്ട്
BJP എന്ത് ചെയ്യുന്നു? NDA സഖ്യം അവിടെ രൂപീകരിക്കുന്നു. അതുവരെ വെള്ളാപ്പള്ളി പറഞ്ഞു നടന്നത് എന്താണ്? ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നിങ്ങൾ വാർത്തകൾ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. വെള്ളാപ്പള്ളി ഇതുവരെ പറഞ്ഞു നടന്നത് എന്താണ്? BJPയിൽ, അതായത് NDAയിൽ BDJSന് യാതൊരു പങ്കുമില്ല, അവർ BDJSനെ തഴയുകയാണ്, ഒരു ഗുണവുമില്ല. തുഷാർ വെള്ളാപ്പള്ളിയെയും അയാളുടെ പ്രസ്ഥാനത്തെയും BJPയും NDAയും തള്ളിപ്പറയുകയാണ്, അവർക്ക് യാതൊരു ഗുണവുമില്ല BJP കൊണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നത് വെള്ളാപ്പള്ളിയല്ലേ? ഞാനാണോ? അല്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ BJP എന്ത് ചെയ്യുന്നു? തുഷാർ വെള്ളാപ്പള്ളി വയ്ക്കുന്നു. തുഷാർജി വരൂ, കമാൺ, ഇവിടെ വരൂ തുഷാർജി, നിങ്ങൾ നിലമ്പൂരിൽ പോയി മത്സരിക്കൂ, നിങ്ങളുടെ ആളിനെ നിർത്തണം അവിടെ. കാരണം 2016 നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടി, നിങ്ങൾക്കാണ് അവിടെ ബേസ് ഉള്ളത്, നിങ്ങൾക്ക് ഈഴവ സമുദായത്തിന് അവിടെ കുറച്ച് വോട്ടുണ്ട്, ആ വോട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ നിലമ്പൂരിൽ BJP തോറ്റ സ്ഥലത്ത്, അതായത് ഇലക്ഷന് മത്സരിക്കുന്നതിന് മുന്നേ തോറ്റു എന്ന് BJP ഉറപ്പിച്ച സ്ഥലത്ത് BDJS എന്ന ശിഖണ്ഡി പാർട്ടിയെ കൊണ്ട് നിർത്തുകയാണ്. ശിഖണ്ഡി പാർട്ടി എന്ന് ഞാൻ പറയുന്നത് അധിക്ഷേപിക്കാനല്ല, ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടി, വലിയ ശക്തികളെ വീഴ്ത്താൻ വേണ്ടി ഇറക്കിയ സംഭവമാണ് ശിഖണ്ഡി എന്നത്. അത് മഹാഭാരതത്തിൻ്റെ യുദ്ധതന്ത്രമാണ്. അതുകൊണ്ട് മോശപ്പെടുത്തി പറയുന്നതല്ല. ശിഖണ്ഡി എന്ന് പറയുന്നത് ഒരു ശക്തിയുടെ പ്രതീകമായാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി BDJSനെ ശിഖണ്ഡി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എന്നെ ആരും തന്തയ്ക്ക് വിളിക്കാനും തെറി പറയാനും കമൻറ്റ് ബോക്സിൽ ചീത്ത പറയാനും വരരുത്. അതൊരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് BDJSനെ വിളിച്ചു വരുത്തി യുദ്ധരംഗത്ത് ഇറക്കുകയാണ്. അപ്പോൾ ചുരുക്കം ഇതാണ്, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ BJP തോറ്റ് തുന്നമ്പാടി. ഇനി BDJS നിലമ്പൂരിൽ NDA സഖ്യകക്ഷിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കും. അവർ നിലം തൊടാതെ തോറ്റാലും BJPക്ക് നാണക്കേടില്ല. രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ബുദ്ധി കാണിച്ച് തന്ത്രപൂർവം നാണക്കേടിൽ നിന്ന് ഒഴിവായി എന്ന് പറയാം.